ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇപ്പോൾ MLA-മാർ ഉൾപ്പെടെയുള്ള കാര്യത്തിലുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ടൊരു ചോദ്യം. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ പറയുന്ന ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള സമിതി, ഞാൻ ആരും പേരൊന്നും പറയുന്നില്ല, പക്ഷേ ഒരു MLA-ക്കെതിരെ പോലീസ് കേസെടുത്തിട്ട് ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടും ആ MLA ആ സ്ഥാനത്ത് തന്നെ തുടരട്ടെ, കുറ്റക്കാരനെന്ന് വിധിക്കുന്നവരെ തുടരട്ടെ എന്ന് തീരുമാനിച്ചവർ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ഒരു MLA-യുടെ രാജി ആവശ്യപ്പെടുന്നത്? പോക്സോ കേസിലെ പ്രതിയായിട്ടുള്ള ഒരാളെ പാർലമെൻറ്റ് ബോർഡ് അംഗമാക്കിയ വേറൊരു പാർട്ടി BJP, ആ BJP പ്രവർത്തകർ ഇവിടെ എങ്ങനെയാണ് ആ MLA-യുടെ രാജി ആവശ്യപ്പെട്ടിട്ടൊരു സമരം നടത്തുന്നത്? ഇനി രാഷ്ട്രീയമായിട്ടാണെങ്കിൽ ഇപ്പോൾ ഇവിടെ DYFI-ക്കാർ ഇവിടെ സമരം നടത്തി, സമരം കഴിഞ്ഞ് അവർ പിന്നെ വടക്കോട്ടാണ് പോകുന്നതെങ്കിൽ കണ്ണൂർ ജില്ലയിലെത്തിയ ആ സമരം അവർക്ക് പുനരാരംഭിക്കേണ്ടി വരും. മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ ഉൾപ്പെടെയുള്ള ആളുകൾ എങ്ങനെയാണ് വന്നത് അവിടെ? ഇനി ഇപ്പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ ഇതേ ജില്ലയിൽ സമരം കഴിഞ്ഞ് ഇങ്ങോട്ടാണ് അവരുടെ യാത്രയെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ അവർക്ക് വീണ്ടും സമരം നടത്തേണ്ടി വരും. ഇപ്പോൾ ഒരു മന്ത്രിസഭയിൽ തുടരുന്ന മന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ എന്തെല്ലാമായിരുന്നു? എന്നിട്ട് ഇപ്പോഴും ആ മന്ത്രിസ്ഥാനത്ത് തുടരുകയല്ലേ? ഇത്തരത്തിലുള്ള ആക്ഷേപം മുന്നണിയിലെ തന്നെ സഹപ്രവർത്തകയോട് വരെ ഈ വളരെ ക്രൂരമായ രീതിയിൽ പെരുമാറിയതിനെ സംബന്ധിച്ചുള്ള പരാതികളുള്ള ആളുകളെ സംഘടനാ രംഗത്ത് എവിടെയെങ്കിലും മാറ്റി നിർത്തിയത് നമ്മൾ കണ്ടോ? മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ നിന്ന് മാറ്റി നിർത്തിയത് നമ്മൾ കണ്ടോ? മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയത് നമ്മൾ കണ്ടോ? CPM-ൽ നിന്ന് മാറ്റി നിർത്തിയത് നമ്മൾ കണ്ടോ? പിന്നെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയത് നമ്മൾ കണ്ടോ? ഇതൊന്നും ചെയ്യാത്ത ആളുകൾ കോൺഗ്രസിനെ കാടടച്ചങ്ങ് കുറ്റപ്പെടുത്തുകയാണ്. കോൺഗ്രസിനെ ഇതിൻ്റെ പേരിൽ നിശബ്ദമാക്കാൻ കഴിയുമെന്ന് പരിശോധിക്കുക. ഗവൺമെൻറ്റിൻ്റെ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ചെയ്ത് ഈ ജനങ്ങളുടെ ദേഷ്യത്തിൽ നിന്ന് ഗവൺമെൻറ്റിന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളത് ആ പരിശോധനയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നല്ലൊരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആ രാജി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ചെയ്യാൻ കഴിയാവുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം തന്നെയാണ്, ധാർമ്മികമായിട്ട് ഏറ്റെടുത്തിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അതിൽ കൂടുതൽ കാര്യങ്ങൾ KPC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, മറ്റ് നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.